ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്നും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയുള്ള ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കുക്കറിലാണ് കേട്ടോ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത്. 1 കിലോ അളവിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതാ കുക്കർ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് RKG വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഡാൽഡ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് ഓൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അതിലേക്ക് ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അണ്ടിമുന്തിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഓവറായിട്ട് നല്ലോണം സോഫ്റ്റ് ആവാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്ത് അളന്നിട്ടുള്ളത് അതിന് ഡബിൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിന് അരി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരി 15 മിനിറ്റ് മുന്നേ തന്നെ വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ നന്നായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചില ഗീ റൈസൊക്കെ തയ്യാറാക്കുമ്പോൾ കട്ട പിടിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. നമുക്ക് ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതി കേട്ടോ, കൂടുതലാവരുത്. ഒറ്റ വിസിലായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വിസിലിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമ്മളിത് കുക്കർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ റൈസ് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.